മിസ്റ്റർ ദാസും തിരുമേനി എവിടെയാണ്? എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ പഴയ പാട്ടുവാദ്യാരും PC മാത്യു ആണെന്ന് കരുതണ്ട. നിങ്ങൾ ആരായിരുന്ന എനിക്കെന്താ? കണ്ടവരെ കണ്ടില്ലെങ്കിൽ കണ്ടവരെയാണോ പിടിക്കുന്നത്? നിങ്ങൾക്കറിയാം അവരെവിടെയാണെന്ന്. എന്നെ എന്തിനു വരട്ടുന്നു? ഞാൻ എന്ത് കുറ്റം ചെയ്തു? കുറ്റം ചെയ്തവരെ ഒളിച്ചു വെച്ചിരിക്കുന്നു, അത് തന്നെ. എന്റെ മടിയിലാണോ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പ്രതി ഒരു സ്ത്രീ ആയതുകൊണ്ട് ദേഹപരിശോധന നടത്തുന്നില്ല. അനാവശ്യം പറയുന്നത് ആലോചിച്ചിട്ട് വേണം. എന്നാൽ സത്യം പറഞ്ഞേക്കൂ. എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. മിസ് മഹേശ്വരി അമ്മേ, യു ആർ അണ്ടർ ഹൗസ് അറസ്റ്റ്. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. മാത്യു, ഒന്ന് 2 പോലീസുകാർ ഇവിടെ നിർത്തണം. ഇവരുടെ ഓരോ ചലനങ്ങളും എന്നെ അറിയിക്കണം. കമാൺ. അരുത്, കൊലപാതകത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മഹേശ്വരി, ഇനി ഇവിടെ താമസിക്കുന്നത് ആപത്താണ്. ഞാനൊരു സ്ത്രീ, എനിക്ക് ആരുണ്ട്? ഞാനുണ്ട്. ഇന്ന് തന്നെ സ്ഥലം വിടണം. എങ്ങോട്ട്? എന്റെ ഒരു സ്നേഹിതൻ ഇവിടെയുണ്ട്, അയാളുടെ കൂടെ പോകാം. ആരാണ്? സുൽത്താൻ ബഹദൂർ. അദ്ദേഹം തിരിച്ചു വന്നോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. പോലീസുകാരെ കണ്ണിൽപ്പെട്ടാൽ അദ്ദേഹത്തെ വെറുതെ വിടുമോ? പോലീസിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടണം, അതാണ് സാമർഥ്യം. ഇന്ന് രാത്രി. ഓക്കെ? ഈ കാർ ഞങ്ങൾ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. എന്ത് വേണം? ഞങ്ങൾക്ക് കാർ ഒന്ന് പരിശോധിക്കണം. നോക്കണം, സംശയിക്കാൻ എന്തിരിക്കുന്നു? അങ്ങനെ ആ കാർ ഒന്ന് പരിശോധിച്ചാട്ടെ. ഇതിനകത്ത് ഒന്നും കാണുന്നില്ല. സൗകര്യമായിട്ട് അങ്ങോട്ട് പൊക്കോളൂ. പൊക്കോളൂ പൊക്കോളൂ. രണ്ടെണ്ണം വെളിയിലോട്ടോ. രണ്ടെണ്ണവും കൂടെ അതിർത്തി കിടക്കാനുള്ള ശ്രമമായിരുന്നല്ലേ? നടക്കും നടക്കും. സൗകര്യമായിട്ട് രക്ഷപ്പെടാൻ പോവായിരുന്നു അല്ലേ? PC-21 calling Linga. PC-21 calling Linga. സുൽത്താൻ ബഹദൂറിനെയും ശേഖറിനെയും CID ഓഫീസർ ജയശങ്കർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ അവരെവിടെ നിന്നും ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയുന്നു. ഓവർ. പഞ്ചവടിയിൽ ഒരു ഭൂകമ്പം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ആ പാട്ടുവാദ്യാരാണ് നമ്മുടെ ധൂമകേതു. ഇനി പഞ്ചവടി നടത്തുന്നത് ശരിയല്ല. പഞ്ചവടിയിലെ പ്രവർത്തനങ്ങൾ ഉടനെ നിർത്താൻ സെക്രട്ടറിയെ അറിയിക്കുക. നമ്മുടെ സങ്കേതം സിലോണിലേക്ക് മാറ്റാനും ഉടനെ ഏർപ്പാട് ചെയ്യുക. നാം രക്ഷപ്പെട്ടേക്കും. സുൽത്താൻ ബഹദൂറും ശേഖറും ഠാണാവിൽ കിടക്കുക എന്ന അവസ്ഥ നമ്മൾ മരിച്ചതിന് തുല്യാണെന്ന് രാവണ മഹാരാജാവ് പറഞ്ഞാലും ഇവരെ ടൗൺ സ്റ്റേഷനിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്തോ? ഉത്തര ജീപ്പ് ഇപ്പൊ വരുവേ. അതിനു മുമ്പായിട്ട് രണ്ടുപേരുടെയും മൊഴി എടുക്കണം. സൗകര്യമായിട്ട് അങ്ങ് എടുത്തോളണം. താക്കോലെ. പിന്നെ ഒരു കാര്യം, ഈ ശേഖരനുണ്ടല്ലോ, കള്ള റിക്കാർഡുണ്ടാക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചോനാ. ഉത്തര തുറക്കാൻ വെച്ചോളൂ. വെടിവെക്കരുത്. ഞാൻ മത്തായല്ല, കുണ്ടോട്ടി മൂസണേ. സമർത്ഥൻ. മത്തായി, സുൽത്താനെയും ശേഖരനെയും കൊണ്ടുവരും. നമുക്കവരെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. ശേഖരനെ ഇപ്പോഴല്ലേ മത്തായി ഞങ്ങൾ സൗകര്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയത്? എന്റെ കർത്താവേ, ഞാനോ? എന്റെ ഗുരുവായൂരപ്പാ, മത്തായി അസത്യം പറയാതിരിക്കൂ. ഞാനല്ലേ താക്കോൽ ഇട്ടങ്ങനെ കയ്യിലേക്ക് തന്നത്. അയ്യോ, ഞാൻ ഇതാ തിരുമേനി പറ്റിച്ചതാണ്. മത്തായി തിരുമേനിയായി വന്ന് എന്നെ രക്ഷിച്ചതിന് പകരം. എടാ തിരുമേനി, നിന്റെ മേനി ഞാനൊന്ന് തിരുമ്പി വിടും. ആരെയും വിടരുത്. എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. യശി സാർ എന്റെ കൂടെ വരും. മത്തായി ഇവിടെ നിന്നോളൂ.
ഈ സ്ഥാപനം അടച്ചു പൂട്ടാൻ എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നാളെ തന്നെ നിങ്ങളൊക്കെ അവരവരെ വീടുകളിലേക്ക് പോകാം. ഇത്ര പെട്ടെന്ന് യാത്ര പറയേണ്ടി വന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഞങ്ങളുടെ കാര്യം അദ്ദേഹം വല്ലതും പറഞ്ഞോ സാറേ? ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. ഇനി ഇവിടെ താമസിച്ചാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. നാളെ തന്നെ പുറപ്പെടണം. ഇനി എന്ത് തുറക്കും സാറേ? എനിക്കറിഞ്ഞുകൂടാ. അടയ്ക്കാൻ എന്താണ് കാരണം സാർ? അതും അറിഞ്ഞുകൂടാ. ഉഷ, സ്കൂൾ തുറക്കുന്നവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളാം. അത് സാധ്യമല്ല. ഇവിടെ ആരും കാണില്ല. സാറേ, നമുക്ക് പോകാം. നമസ്കാരം സാർ. എന്നാലും ആ രാവണൻ ഇങ്ങനെ എന്റെ മോടെ ജീവിതം കണ്ടീഷനിലാക്കിയല്ലോ. രാവണനും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? രാവണൻ മുതലാളി 5 ലക്ഷം രൂപ തരാന്നുള്ള കണ്ടീഷനല്ലേ ഞങ്ങൾ ഇവിടെ ചേർന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കയറാതെ നമുക്ക് വീട്ടിൽ പോകാമേ. അങ്ങേര് നേരെ കാണിക്കത്തില്ല. നമ്മുടെ കണ്ടീഷൻ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് സ്ഥലം വിടാം. അതിനു മുമ്പേ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം. സാറിന്റെ കണ്ടീഷൻ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാർ വെറും പാട്ടുമാഷല്ലെന്ന്. എന്റെ കണ്ടീഷൻ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി രാവണന്റെ കണ്ടീഷൻ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അയ്യോ, ഞങ്ങൾ ജീവനോടെ നാട്ടിൽ പോയി ചേർന്നോട്ടെ സാറ്. നിങ്ങൾക്കൊരാപത്തും വരികയില്ല. ലങ്ക എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. സംശയമുള്ളവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ എന്തിനു ഉപദ്രവിക്കുന്നു? ക്ഷമിക്കണം. അമ്മയും മകളും എന്നോട് സ്റ്റേഷനിലേക്ക് വരും. അയ്യോ വേണ്ട, ഞങ്ങൾ സത്യം പറയാം. വേണ്ട, സത്യം ഞാൻ പറയാം. നിനക്ക് ലങ്ക എവിടെയാണെന്ന് അറിയണമല്ലേ? നടക്ക്, ഞാൻ കാണിച്ചു തരാം. Hands up. LKO calling police superintendent office. LKO calling police superintendent office. Please contact. Over. Police Superintendent Office on the line. Police Superintendent Office on the line. Police Superintendent Office on the line. Speak on. Over. ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ CID ഓഫീസർ ജയശങ്കറും HC അരൂടിയും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവരുടെ ജീവൻ വേണമെങ്കിൽ ജയിലിൽ കിടക്കുന്ന സുൽത്താൻ ബഹദൂറിനെയും പിടിച്ചെടുത്ത റെക്കോർഡുകളും ഉടനെ തിരിച്ചു തരണം. ചെക്ക് പോസ്റ്റിന് സമീപമുള്ള വലിയ പാറയുടെ അടുത്ത് ബഹദൂറിനെ എത്തിക്കണം. പോലീസുകാരും തന്നെ 1 മൈൽ ദൂരത്തിനുള്ളിൽ വരാൻ പാടില്ല. ഇത് സമ്മതമാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ 2 ഉദ്യോഗസ്ഥന്മാരെയും വിട്ടുതരുന്നതാണ്. 5 മണിക്കൂറിനകം ഞങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്ത് സുൽത്താൻ ബഹദൂറിനെ എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ശവശരീരങ്ങൾ നിങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ കിടക്കുമെന്ന് മുന്നറിയിപ്പ് തരുന്നു. ഇതാ നിങ്ങളുടെ ഓഫീസർ തന്നെ സംസാരിക്കാൻ പറയാം. Let Mr. Jason speak. Over. Speak. ഞാൻ ജയശങ്കർ. ഹെഡ് കോൺസ്റ്റബിൾ അടിയോടിയും എന്റെ കൂടെ ഉണ്ട്. ശത്രുക്കളെ വേട്ടയാടുന്ന ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണ്. അബദ്ധത്തിൽ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ ഞാൻ പെട്ടുപോയി. ഇപ്പോൾ വിശ്വാസമായല്ലോ. ഇന്ന് 1 മണിക്ക് ബഹദൂറിനെ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം. അല്ലെങ്കിൽ ഈ 2 പേരുടെയും വധത്തിന് നിങ്ങൾ ഉത്തരവാദികളായിരിക്കും. ഓവർ. എടാ ദ്രോഹികളെ, നിന്റെയൊക്കെ തലയിൽ ഇടിവാട് വീണില്ലോടാ. ഏതായാലും ജീവിതത്തിൽ ഒരിക്കൽ സൗകര്യമായിട്ട് മരിക്കണം. അങ്ങനെ ഞങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എന്നെ അങ്ങോട്ട് കൊന്നോളൂ. എന്റെ ഏമാനെ കൊല്ലുന്നത് കണ്ടോണ്ട് നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. എന്റെ ഗുരുവായൂരപ്പാ. പോലീസുകാരാ, നിങ്ങൾ പരിച്ഛേദം വിഷമിക്കണ്ട. കൃത്യം 5 മണിക്കൂർ കഴിയുമ്പോ നിങ്ങൾ 2 പേരെയും തല പറ്റി കയ്യിലാ തന്നേക്കാം. വേണച്ചാ നിങ്ങൾ അതെടുത്ത് റോഡിലോട്ട് വെച്ചോളൂ. അത്ര തന്നെ. കരയാതിരിക്കും മോളെ. നമ്മൾ അദ്ദേഹത്തെ പാട്ടുവാദ്യരെന്നുള്ള നിലയിലാണ് സ്നേഹിച്ചത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണോ? നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ അപകടത്തിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷിക്കാം. അതൊക്കെ രാജകാര്യം. ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള രൂപ കിട്ടിയാൽ ഞങ്ങൾ സ്ഥലം വിട്ടേക്കാം. അത് ശരിയല്ല അമ്മേ. ഞാൻ സ്നേഹിച്ച ഒരാളുടെ ജീവനേക്കാളും വലുതാണോ പണം? നിങ്ങൾ എത്ര കാലം മിണ്ടാതിരിക്കും? പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ രാവണന്റെ അടുത്തു നിന്നുള്ള പണം മുഴുവൻ നിങ്ങൾ വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്കും പാട്ടുവാദ്യരെ സ്ഥിതിയായിരിക്കും. ശരി, നമുക്ക് ലങ്കയിലേക്ക് തന്നെ പോകാം. വേണ്ട അമ്മേ. നീ ചുമ്മാ ഇരിക്ക്. വരുന്നത് വരട്ടെ. നോക്കൂ, ഈ തോക്കും ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് നമുക്ക് പറ്റില്ല. ആ സമയം വൈകിയാൽ നമുക്ക് അവിടെ ഉണ്ടാവും. LKO calling police superintendent office. LKO calling police superintendent office. Please come in. ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി 2 മണിക്കൂർ മാത്രമാണ്
നിങ്ങളുടെ ഓഫീസർമാരുടെ ജീവന്റെ കാലാവധി. ആലോചിച്ച് മറുപടി പറയുക. ഇപ്പോൾ മണി 11. ഓവർ. ആ വിപ്ലവകാരിയുടെ ഭീഷണിക്ക് വഴങ്ങിയാൽ കുറ്റങ്ങൾ ഏറി വരികയുള്ളൂ. എങ്ങനെയും കൊള്ളസംഘത്തെ കണ്ടുപിടിച്ച് അമർച്ച ചെയ്യുകയാണ് നമ്മുടെ ചുമതല. നമ്മൾ എവിടെ അന്വേഷിക്കും? ഇല്ലെങ്കിൽ എവിടെയാണെന്ന് ആർക്കറിയാം? കണ്ടുപിടിക്കുകയാണ് നമ്മുടെ കടമ. 5 മണിക്ക് സമീപം പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. കുറ്റക്കാർ ആരായാലും സംശയം തോന്നുന്നവർ ആരായാലും അറസ്റ്റ് ചെയ്യട്ടെ. 2 മണിക്കൂറിനകം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള 2 ഓഫീസേഴ്സിന്റെ ജീവൻ അപകടത്തിലാവും. അന്വേഷണം നടക്കട്ടെ. യെസ് സാർ. ഈ തഴണിമണികൾ എങ്ങനെ ഈ രഹസ്യ സംഘത്തിൽ വന്നു? കാമൂരെ രക്ഷിക്കാനെത്തിയതായിരിക്കും രജനി. കൂട്ടിന് അമ്മയും അല്ലേ? അതെ, മാസ്റ്ററെ രക്ഷിക്കാൻ തന്നെയാണ് വന്നത്. പാവം ആട്ടിൻകുട്ടി സിംഹക്കൂട്ടിലെത്തിയിരിക്കുന്നു. മഹേശ്വരിയോ? ഞാൻ അങ്ങേ കാണാൻ വന്നതാണ്. പഞ്ചവടിയിൽ കഴിഞ്ഞുകൂടാൻ പോലീസുകാർ സമ്മതിക്കില്ലല്ലോ. അത് ശരി. ഇവിടെ വരൂ. അമ്മയെയും മകളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങൾ ആരും രക്ഷിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള 5 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ പോയിക്കോളാം. അമ്മേ, നമുക്ക് ഈ പണം വേണ്ട. ദയവ് ചെയ്ത് മാസ്റ്റർ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളാം. നിങ്ങളുടെ പണം തന്നെ തരാം. അതാ ആ വലതുവശത്തുള്ള ചെറിയ ഷെൽഫിൽ നിങ്ങളുടെ 5 ലക്ഷം രൂപ ഭദ്രമായിരിപ്പുണ്ട്. പോയി എടുത്തുകൊള്ളൂ. രാവണ മുതലാളി സത്യമുള്ള ആളാ. ഞങ്ങളുടെ കണ്ടീഷനും മേടിച്ചോണ്ട് ഞങ്ങൾ പോയിക്കോളാം. അമ്മേ, നമുക്ക് ആ പണം വേണ്ട. അമ്മേ, അമ്മേ, നമുക്ക് ആ പണം വേണ്ട. അനങ്ങിപ്പോൾ രജനി, നീ എന്തിന് എനിക്ക് വേണ്ടി രക്തസാക്ഷിയായി? മാസ്റ്റർ, മാസ്റ്റർ, LKO calling police superintendent office. LKO calling police superintendent office. Please come in. ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മണി 1 ആയിരിക്കുന്നു. സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാത്തത് കാരണം നിങ്ങളുടെ ഹെഡ് കോൺസ്റ്റബിൾ അടിയോടി ആദ്യമായി ബലിയർപ്പിക്കപ്പെടുന്നു. ഓവർ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. എന്റെ ഗുരുവായൂരപ്പ. He is finished. ഇനി ഒരാൾ മാത്രം ബാക്കിയുണ്ട്. നിങ്ങളുടെ സമർത്ഥനായ ഓഫീസർ ജയശങ്കർ. അയാൾക്ക് വേണ്ടി 1 മണിക്കൂർ കൂടി അനുവദിക്കുന്നു. അതിനകം ഞങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കൃത്യം 2 മണിക്ക് ജയശങ്കറിനെയും ഇതുപോലെ ഞങ്ങൾ ശിക്ഷിക്കുന്നതാണ്. ഓവർ. സാർ, നമ്മുടെ ആലോചന ഒരാളുടെ ജീവഹാനിക്ക് കാരണമാക്കി. ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കരുത്. താമസിച്ചാൽ ജയശങ്കരനെ അവർ കൊല്ലും. ജയശങ്കരനെ കൊന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരുടെ വ്യവസ്ഥകൾക്ക് കീഴടങ്ങുന്നത് അതിലും അവമാനമാണ്. സാർ, ഇത് അഭിമാനമല്ല, ഇത് ജീവന്റെ പ്രശ്നമാണ്. സർക്കാരും അവരുടെ കണ്ടീഷൻ സ്വീകരിക്കുന്നതാണ് നല്ലത്. ആ കൊലപാതകരുടെ വ്യവസ്ഥ സ്വീകരിക്കുന്നത് ധീരത്വം. നമ്മൾ ഈ ജോലിക്ക് കൊള്ളുകാത്തവരാണെന്ന് നാട്ടുകാർ പറയും. I will never surrender. അതിനിടയിൽ ഒരു മംഗളകർമ്മം കൂടി നടക്കട്ടെ. ഞാനും മഹേശ്വരിയും വിവാഹിതരാകാൻ പോവുകയാണ്. അതിനിപ്പോഴെന്താണ് ധൃതി? പതുക്കെ ആകാമല്ലോ. പാടില്ല.
ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ വിവാഹം നടക്കണം. അല്ല, ഇവനും മഹേഷിയമ്മയുടെ ഒരു ഭൈമികാവുകനല്ലേ, അതുകൊണ്ട് വേളി ലങ്കയിൽ വെച്ച് നടക്കട്ടെ. എടോ മാഷെ, ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് താനൊരു പാട്ട് പാടണം. തന്റെ അവസാനത്തെ പാട്ട് പാടും. പാടാൻ പാടാൻ. നീ പാടില്ലല്ലേ? നിന്നെ കൊണ്ട് പാടിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആ ഇലക്ട്രിക് സ്റ്റാൻഡ് കൊണ്ടുവരും. എന്ത് ത്യാഗം തികയ്ക്കും? ജയശങ്കറിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കണം. ജയശങ്കർ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥരാണ്. ആ യുവാവിന്റെ ജീവഹാനി നമുക്ക് തീരാ നഷ്ടവുമാണ്. എന്നാൽ ഉടനെ അവരുടെ വ്യവസ്ഥയാണ് സ്വീകരിക്കണം. അക്രമയുടെ മുമ്പിൽ ഞാൻ ഇതുവരെ തലകുനിച്ചിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്റ്റേജ് കാഴ്ചവെച്ചിട്ടുമില്ല. സാർ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ത്യാഗം ചെയ്യണം. ഭീരുത്വം നിറഞ്ഞ ഈ ത്യാഗത്തെക്കാൾ എന്റെ രാജിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇങ്ങനെ മരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. ഇൻസ്പെക്ടർ, ഡ്യൂട്ടി ഈസ് സുപ്രീം. വി മസ്റ്റ് ഫേസ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്.